ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 10 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. 3 തവണ കോർ കമ്മിറ്റി ചർച്ച നടത്തി സമവായത്തിന് ശ്രമിച്ചെങ്കിലും 4 ജനറൽ സീറ്റുകളിൽ തർക്കമുണ്ട്. തർക്കം ഭയന്ന് പട്ടിക രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ജില്ലാ പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന് സീറ്റ് ഉണ്ടായേക്കില്ല. അഷ്കർ അലി തുടരുന്നുണ്ട്. അഷ്കർ അലി, തർക്ക സീറ്റുകളിൽ തീരുമാനം രഹസ്യമാക്കി വെച്ചാലും പ്രഖ്യാപിക്കുമ്പോൾ പരസ്യമാകില്ലേ? അപ്പോൾ അടിയിലേക്ക് പോകുമോ? സുജയ, അത്തരമൊരു ആശങ്ക ഇപ്പോൾ തന്നെ DCC നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. 10 സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ ജില്ലാ നേതൃത്വം പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് 3 തവണ കോർ കമ്മിറ്റി യോഗം കൂടിയിട്ട് പോലും അതിലെ 4 ജനറൽ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അടക്കം സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ യൂത്ത് കോൺഗ്രസിന് സീറ്റ് ഉണ്ടാവില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസ് പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകും എന്നാണ് നേരത്തെ മാധ്യമങ്ങളടക്കം അറിയിച്ചിരുന്നത്. അതുണ്ടാവും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി വാഴക്കാട്, തേഞ്ഞിപ്പലം, മേലാറ്റൂർ, വഴിക്കടവ് ഈ 4 ജനറൽ സീറ്റുകളെ ചൊല്ലിയാണ് വലിയ തർക്കം നടക്കുന്നത്. ഈ 4 ജനറൽ സീറ്റുകൾക്കായി നിരവധി നേതാക്കൾ അടിപിടി കൂടിയതോടെ തന്നെയാണ് അത് വലിയ പ്രശ്നത്തിലേക്ക് പോയത് എന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് കൂടി സീറ്റ് നൽകാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് DCC നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് DCC നേതൃത്വം പറയുന്നു. പക്ഷേ അപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് നേതൃത്വം മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾ, കോർ കമ്മിറ്റിക്ക് പുറമെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. കാരണം അത്തരമൊരു പൊട്ടിത്തെറിയും പ്രതിഷേധമൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ തേഞ്ഞിപ്പാലത്ത് ഷാജി പാച്ചേരി, വഴിക്കടവ് AK അബ്ദുറഹ്മാൻ, അതല്ലെങ്കിൽ മേലാറ്റൂരിൽ KT അജ്മൽ, സുധാകരൻ, വഴിക്കടവ് VA കരീം ഉൾപ്പെടെ NA കരീം ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള മറ്റുള്ള പേരുകളും പട്ടികയിലുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ അത് പുറത്തറിയൂ എന്നുള്ളതാണ് ഇപ്പോൾ DCC നേതൃത്വത്തിന്റെ നിലപാട്. ശരി, വിവരങ്ങൾ നൽകിയത് നമ്മുടെ അഷ്കർ അലി കരിമ്പയാണ്. അപ്പോൾ പ്രഖ്യാപനം ഇന്നെങ്കിലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ എങ്ങനെ പത്രിക കൊടുക്കും? അങ്ങനെ ഒരു ടെൻഷൻ ആയിരിക്കും ഇപ്പോൾ സ്ഥാനാർത്ഥികളാകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും. ഇനിയിപ്പോൾ എല്ലാവരും ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണോ? സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി. എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തദ്ദേശ പോരിന്റെ കാഴ്ചകൾ, അതെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ വളരെ വിശദമായി തന്നെ എത്തിക്കും. അപ്പോൾ